நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിത്തൽ വിണ്ണപ്പം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് തൻ്റെ ജീവിതത്തിലെ എല്ലാ മോഹാസക്തികളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാന്റെ മുമ്പിൽ നടത്തുന്ന ഒരു അർച്ചനയാണ് ഈ 50 പദ്യങ്ങൾ. അപ്പോൾ ഇതിലൂടെ മാണിക്യവാചകർ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മാലിന്യങ്ങളെ, ആണവം, കർമ്മം, മായ എന്ന മാലിന്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, തൻ്റെ കാമവാസനകളെ പരിപൂർണമായി നശിപ്പിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു നിവേദ്യമാണ് ഈ 50 പദ്യങ്ങൾ. ഈ 50 പദ്യത്തിലൂടെ മാണിക്യവാചകർ തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരാനും തൻ്റെ മോഹാസക്തമായ ജീവിതത്തെ ആത്മീയമായ ഒരു തലത്തിലേക്ക് നയിക്കാനും പ്രാർത്ഥിക്കുകയാണ്. ഇത് ഒരു തരത്തിലുള്ള മനസ്സിൻ്റെ ശക്തി കേന്ദ്രത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ്. അതായത് ലിബിഡോ എന്ന മനസ്സിൻ്റെ ആ ശക്തി വിശേഷത്തെ കാമവാസനകളിൽ നിന്ന് സ്പിരിച്വൽ എനർജിയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ 50 പദ്യങ്ങളിലൂടെ മാണിക്യവാചകർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മലിനവികാരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ അധമ മനസ്സിലുള്ള, അതായത് ഇഡ്, ഇഗോ എന്നിങ്ങനെയുള്ള മനസ്സിൻ്റെ തലങ്ങളിൽ കുടികൊള്ളുന്ന ആ അധമ വികാരങ്ങളെ, കാമവാസനകളെ പരിപൂർണമായും ഇല്ലാതാക്കി മനസ്സിനെ സൂപ്പർ മൈൻഡിലേക്ക്, അതായത് അതീത തല മനസ്സിലേക്ക്, ശിവമനസ്സിലേക്ക് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രജപ സാധനയാണ് ഈ നിത്തൽ വിണ്ണപ്പം എന്ന കാണ്ഡത്തിലെ 50 പദ്യങ്ങളിലൂടെ മാണിക്യവാചകർ ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് നോക്കാം. ഒടുക്കത്തോനാമെന്നെ കൃപയാൽ കൈക്കൊണ്ട് നീ എരുതിലേറുന്നോനെ കൈവെടിഞ്ഞിടലെന്നെ പൊലിത്തോലാടയാർന്ന നൃത്തമാടും ശിവനെ അരജ ഉടയോനെ പുരാനെ ജടാധാരി തളർന്നേൻ വിടാതെന്നെ താങ്ങിക്കൊള്ളണേ നീതാൻ. ഞാൻ തളർന്നു കഴിഞ്ഞിരിക്കുന്നു ദുഃഖം കൊണ്ട്, അല്ലെങ്കിൽ കാമവാസനകൾ കൊണ്ട്, അല്ലെങ്കിൽ മലിനവികാരങ്ങൾ കൊണ്ട്, കാമക്രോധ മോഹ ലോഭാദികൾ കൊണ്ട് ഞാൻ ആകെ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ദുഃഖത്തിൻ്റെ മഹാകയത്തിലേക്ക് ഞാൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ, തളർന്ന എന്നെ, അല്ലയോ ഭഗവാനെ അങ്ങ് താങ്ങിക്കൊള്ളണമേ, വീഴാതെ താങ്ങിക്കൊള്ളണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് നിമിഷവും എൻ്റെ ഈ ശരീരം താഴെ മണ്ണിൽ ലയിച്ചു ചേരാൻ സാധ്യതയുണ്ട്. ഞാൻ അത്രമേൽ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ തളർന്നു കിടക്കുന്ന എന്നെ, ആ തളർന്നു പോയ എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് കൈക്കൊള്ളണമേ, എന്നിട്ട് താങ്ങി എന്നെ ആത്മീയ ജീവിതത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തളർന്നേൻ ഞാൻ ആകെ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ ഭഗവാൻ അങ്ങ് വിടാതെന്നെ താങ്ങിക്കൊള്ളണം, അങ്ങ് എന്നെ വിടാതെ ഈ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഈ കാമവാസനകളാകുന്ന ഈ മലിനവികാരങ്ങളിൽ നിന്ന് ഉദാത്തമായ ആത്മീയ വിചാരങ്ങളിലേക്ക് എന്നെ അല്ലയോ ഭഗവാനെ അങ്ങ് കൈക്കൊള്ളണമേ, എന്നിട്ട് ഉയർന്ന തലത്തിലേക്ക് എന്നെ നയിക്കണമേ. അതായത് സ്പിരിച്വൽ
തലത്തിലേക്ക്, സ്പിരിച്വൽ എനർജിയിലേക്ക്, എൻ്റെ ലിബിഡോവിനെ സ്പിരിച്വൽ എനർജിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് മനസ്സിന് നൽകുന്ന ഒരു ഉപദേശം കൂടിയാണിത്. അപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഒരാൾക്ക് അയാളുടെ ആ ലിബിഡോയെ ഉയർത്തി ആ അതീന്ദ്രിയമായ തലത്തിലേക്ക്, ഉദാത്തമായ മനസ്സിൻ്റെ ആ സൂപ്പർ മൈൻഡ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ കഴിയൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. കൊങ്കുകൾ തിങ്ങിടുന്ന മങ്കമാരുടെ കോവൽ ചുണ്ടുകളോട് പറ്റു നീങ്ങാത്തോൻ ഞാൻ. കാമവാസനകളിൽപ്പെട്ട് സ്ത്രീസുഖങ്ങളിൽപ്പെട്ട് ഞാൻ നശിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങ് ആ കൊങ്കുകൾ തിങ്ങിടുന്ന മങ്കമാരുടെ കോവൽ ചുണ്ടുകളിൽ നിന്ന് എന്നെ, ആ പറ്റിൽ നിന്ന്, ആ ആസക്തിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ജീവിത ആസക്തിയിൽ നിന്ന്, ആ ഭോഗ ആസക്തിയിൽ നിന്ന് എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് രക്ഷപ്പെടുത്തണമേ. വെടിഞ്ഞീടുള്ള എന്നെ താണു വീണ് പറയാണ്, അല്ലയോ ഭഗവാൻ, അങ്ങ് മാത്രമേ എനിക്ക് ഒരഭയ കേന്ദ്രമുള്ളൂ. അങ്ങ് എന്നെ ഒരിക്കലും വെടിയല്ലേ. ദാസന്മാർ കൂട്ടത്തിൽ ഞാൻ എന്നെ ചേർക്കുക. അങ്ങയുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ, അങ്ങയുടെ അടിയാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കുക. അന്യനല്ല ഉത്തരകോശമംഗക്കരജ, അന്യനല്ല, എന്നെ അന്യനായിട്ട് കരുതരുത്. ഉത്തരമംഗകോശയിലെ നായക, അതായത് ഉത്തരമംഗകോശത്തിലെ ആ അമ്പലത്തിൽ നിന്നാണ് മാണിക്യവാചകർ ഈ കവിത ചൊല്ലുന്നത്. ഉത്തരകോശമംഗ അരജ, എന്നെ അവിടുന്ന് രക്ഷിച്ചാലും. കള്ളൻ ഞാനെന്നറിവ് നീ എന്നാലും കൈക്കൊണ്ട് വിടാതെന്നെ കാരണമറിയില്ല. എന്നെ അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങ് ഒരു കാരണവശാലും എന്നെ കൈവിടരുതേ. കരിമിഴിമാർക്ക് വാക്യം ഇന്ദ്രിയങ്ങളാം പുഴക്കരയിൽ മരമായി വേരൂന്നി നിൽക്കുമെന്നെ കൈവെടിഞ്ഞിടരുതേ. ഞാൻ ഒരു നദികളുടെ തീരത്തുള്ള കരയിലുള്ള മരം ആണ്. പുഴക്കരയിലുള്ളൊരു മരമാണ് ഞാൻ. വേരൂന്നി നിൽക്കുന്ന ഒരു മരമാണ് ഞാൻ. അത് എവിടെയാണ്? കരിമിഴിമാർ വാക്യം ഇന്ദ്രിയങ്ങളാം. കരിമിഴികളിൽ, അതായത് സുന്ദരിമാരാൽ ഇന്ദ്രിയ സുഖങ്ങളുടെ ആ നദിയുടെ തീരത്തുള്ള പുഴക്കരയിൽ മരമായി നിൽക്കുന്നവനാണ് ഞാൻ. അതായത് ഇന്ദ്രിയ സുഖങ്ങളിൽപ്പെട്ട് ആ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസ്വദിച്ച് അതിൻ്റെ ലഹരിയിൽ മുങ്ങിക്കഴിയുന്നവനാണ് ഞാൻ. അത് പുഴക്കരയിലുള്ള ഒരു മരം പോലെ. ആ പുഴക്കരയിലുള്ള മരം ജലം വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? പുഴയിൽ നിന്നാണ്. ആ പുഴയിൽ എന്താണുള്ളത്? ഇന്ദ്രിയങ്ങൾ, ഭോഗസുഖങ്ങളുടെ ഇന്ദ്രിയങ്ങളാകുന്ന ജലമാണ് പാഞ്ഞു പോകുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ ആ ജലമാണ് ഞാൻ വലിച്ചെടുത്ത് ഇവിടെ ഈ നദിക്കരയിൽ ഒരു മരമായി നിൽക്കുന്നത്. ആ മരത്തെ അങ്ങ് വിശുദ്ധമാക്കി മാറ്റണമേ. നദീജലത്തിൽ കൂടി ഒഴുകുന്ന വെള്ളം കാമജലമല്ല, ഈശ്വരജലമായിട്ട് മാറണമേ. അങ്ങനെ ഈശ്വരൻ്റെ പരിപൂർണമായ തീർത്ഥം വലിച്ച് വളരാൻ എന്നെ അനുഗ്രഹിക്കണമേ. കൈവെടിഞ്ഞിടരുതേ. വിളങ്ങും തിരുവാരൂർ ഉറഞ്ഞിടുന്നവനെ ഉത്തരകോശമംഗയ്ക്കരജ. ഉത്തരകോശമംഗയ്ക്ക് അരജനായി അവിടെ വിളങ്ങുന്ന അല്ലയോ ശിവഭഗവാനെ, കച്ചയണിപ്പൂൺമുലയാൾക്ക് പാതി ഉടൽ കൊടുത്തോനെ എന്നെ വളർത്തി എന്നെ കൈക്കൊള്ളണമേ. അല്ലയോ ഉത്തരകോശമംഗയ്ക്ക് അരജനായിട്ടുള്ള ഭഗവാനെ, കച്ചയണി പൂൺമുലയാൾക്ക് പാതി ഉടൽ കൊടുത്തവനെ, പാർവതീദേവിക്ക് പാതി ഉടൽ കൊടുത്തവ അല്ലയോ ദയാലു, അങ്ങ് എന്നെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അല്ലയോ ഭഗവാൻ, ഞാനിപ്പോൾ എങ്ങനെയാണ് കാമജലത്തിൽപ്പെട്ട് നശിക്കുകയാണ്. കാമജലമാകുന്ന മഹാനദിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ആ ആണവം, കർമ്മം, മായ തുടങ്ങിയ മലങ്ങളാകുന്ന ആ
ദയനീയ അവസ്ഥയിൽ പാതാളക്കുണ്ടിൽ ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി ആത്മീയതയുടെ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തേണമേ. അങ്ങയോടുള്ള ഭക്തി എപ്പോഴും എനിക്കുണ്ടാകണമേ. അല്ലയോ ശിവഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം പാതിമെയ്യ് പാർവതീ ദേവിക്ക് കൃപയോടെ കൊടുത്ത അല്ലയോ ഭഗവാൻ, എന്നോടും കൃപ കാണിച്ച് തളർന്നു വീഴുന്ന എന്നെ അങ്ങ് താങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തേണമേ. അപ്പോൾ ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. കാമവാസനകളാൽ ഞാൻ വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ അല്ലയോ ഭഗവാൻ അവിടുന്ന് രക്ഷിക്കണമേ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. തിരുമൂല ദേവൻ്റെ തിരുമന്ദിരത്തിലെ ഒരു പാടലിൽ ഏതാണ്ട് ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു പൊഴുതുന്നാർ ഉടലൊടിയോരേ, ഒരു പൊഴുതുന്നാർ ഉയിരിച്ചിവனை, ഒരു പൊഴുതുന്നാർ ശിവനുറൈ ചിന്തൈ, ഒരു പൊഴുതുന്നാർ ചന്ദിരപ്പൂവേ. ഇതാണ് തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ കുറിച്ചിടുന്നത്. സാധാരണ മനുഷ്യർ ശരീരത്തിനകത്തുള്ള ജീവനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. ജീവനുള്ള ശിവബോധത്തെയും അവർ തിരിച്ചറിയുന്നില്ല. ശരീരം ശിവൻ്റെ ഇരിപ്പിടമാണെന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നുമില്ല. ഇങ്ങനെയുള്ളവർക്ക് ആകാശത്തിലെ ചന്ദ്രപ്രഭ കാണാൻ കഴിയില്ല. ആകാശത്തിലെ ചിതാകാശത്തിലെ ആ ശിവപ്രഭ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് അവർ ശരീരസുഖത്തിൽ മാത്രം മുഴുകിക്കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങളിൽപ്പെട്ട് കഴിയുന്നവർക്ക് ഒരിക്കലും ആകാശത്തിലുള്ള ചിതാകാശത്തിലെ ശിവപ്രകാശത്തെ കാണാൻ കഴിയുന്നില്ല എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയാൽ ചിതാകാശത്തിലെ ശിവപ്രകാശത്തെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ കാണണമെങ്കിൽ നാം ആ ഇന്ദ്രജാലത്തിൽപ്പെട്ട് കഴിയുന്ന ആ അവസ്ഥയിൽ നിന്ന് ശിവപ്രകാശത്തിലേക്ക് ഉയരണം. അതിന് നമ്മുടെ മനസ്സിലെ ആ കാമവാസനകളെ എല്ലാം തന്നെ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കിയാൽ മാത്രമേ, മനസ്സിനെ പരിശുദ്ധമാക്കിയാൽ, ശിവചിന്ത കൊണ്ട് പരിശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് ചിതാകാശത്തിലെ ശിവപ്രകാശത്തെ കാണാൻ കഴിയൂ എന്നാണ് തിരുമൂലദേവനും അതേപോലെ മാണിക്യവാചകരും എല്ലാം തന്നെ നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.